UK നമ്മുടെ ഫ്രഷ് മീൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ മീൻ വരുന്നത്. ഇത് നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യത്തെ കവർ പൊട്ടിച്ചു. നമ്മൾ കറിവേപ്പില ഓർഡർ ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 5 പാക്കറ്റ് കറിവേപ്പില. അപ്പോൾ കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. കറിവേപ്പില നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റമാണ്. പിന്നെ ഡിയർ മീറ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡിയർ മീറ്റ് ഇങ്ങനെ കണ്ടോ, നല്ല ഇങ്ങനെ കഷ്ണമാക്കി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡിയർ മീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാനിൻ്റെ ഇറച്ചി. അപ്പോൾ ഇതും മാറ്റി വെക്കാം. സ്റ്റീലിൻ്റെ പാക്കറ്റിലാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ നെത്തോലി അല്ലെങ്കിൽ കൊഴുവ എന്നൊക്കെ പറയണ മീൻ. ഇതും വന്നിട്ടുണ്ട്. ഇതെല്ലാം നല്ല ഫ്രഷ് ആയിട്ട് അവർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് കൊണ്ടുതരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ കിട്ടുന്നതെന്നല്ലേ, ഇതിനൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഓർഡറിനനുസരിച്ച് അവർ ഒരു ഡേറ്റിൽ നമ്മളോട് അവർ നേരത്തെ പറയും. ആ ഡേറ്റിൽ നമുക്ക് കൊണ്ട് ഡെലിവറി ചെയ്യും. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് പൊട്ടിച്ച് നോക്കണം. ഇനി നമ്മുടെ അടുത്ത് സീൽഡ് കവർ, ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഫിഷസും നമുക്ക് ഉണ്ടോ എന്ന് അറിയണ്ടേ. അപ്പോൾ ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം. ആഹാ, ദേ ഇരിക്കുന്ന നല്ല ഫ്രഷ് സീ ബ്രെയിൻ കണ്ടോ. ഇത് കണ്ടാൽ തന്നെ അറിയാം വളരെ ഫ്രഷാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് അധികം ഐസൊന്നും ഇട്ടിട്ടൊന്നുമില്ല. മിനിമലായിട്ട് ഐസൊക്കെ ഇട്ട് നല്ല ഫ്രഷായിട്ട് മാർക്കറ്റിൽ നിന്ന് നമുക്ക് എടുത്തുകൊണ്ട് തരുന്നത്. ഇത് കണ്ടോ, ഇത്രയും വലിയ സീ ബ്രീമാണ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് 5 കിലോയെ. ഇത് ക്ലീൻഡാണ്, നോക്കിക്കേ കണ്ടോ. ഇതിൻ്റെ അകത്തെ വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇത് നല്ല ക്ലീനായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് ഒരു മിനിമൽ ക്ലീനിങ് ഒക്കെ നടത്തി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് കറി വെക്കുവോ വറക്കുവോ എന്തുവെന്ന് വെച്ചാൽ ചെയ്യാം. UK യിലുള്ളവർക്കും UK ഇനിയും വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഉള്ളതായിട്ട് അറിവിനായിട്ട് പറയുവാണ്. നമുക്ക് UK വന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല ഫ്രഷ് മീൻ നമ്മുടെ ഓർഡർ അനുസരിച്ച് നമുക്ക് കിട്ടും. നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ കറി വെച്ചോ വറുത്തോ ഒക്കെ കൂട്ടാൻ പറ്റും. അതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മളെടുത്തങ്ങ് ഒരുമിച്ചങ്ങ് ഫ്രീസറിൽ വെക്കത്തില്ല. നമ്മളിത് 2 3 മീനുകളാക്കി പല പാക്കറ്റ്സിലാക്കി എടുത്താണ് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളത് ഉപയോഗിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.